മലപ്പുറത്ത് വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിച്ചവരിൽ HIV സ്ഥിരീകരിച്ച സംഭവത്തിൽ തുടർ പ്രവർത്തനങ്ങളൊക്കെ പ്രതിസന്ധിയിലാകുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നു. ഈ രോഗം സ്ഥിരീകരിച്ചവരിൽ നിന്ന് വിവരം ലഭിക്കാതെ നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇവരിൽ പലരും അധികൃതരുമായി സംസാരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയൊരു വിഷയം കൂടിയായിരുന്നു ലഹരി വ്യാപനം മുന്നോട്ട് വെച്ചത്. അത് ഏത് തരത്തിലാണ് ഇത് പടർന്നത്? ഈ അസുഖം HIV സ്ഥിരീകരിച്ചവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയാൽ മാത്രം പുറത്തു പോകുന്ന കാര്യങ്ങൾ, അത് പരിപൂർണ നിസ്സഹകരണമാണ് ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നതെങ്കിൽ ഏത് തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും? ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രതിസന്ധി എങ്ങനെയാണ്? അപർണ, ഇതുമായി ബന്ധപ്പെട്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ഈ ഒരു മേഖലയിൽ ആരോഗ്യവകുപ്പിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധി അന്യസംസ്ഥാന തൊഴിലാളികളും അതുപോലെ തന്നെ ഇപ്പോൾ HIV ബാധ സ്ഥിരീകരിച്ചവരും തുടർ പ്രവർത്തനങ്ങളുമായി വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, ഇവരുടെ കോൺടാക്റ്റിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തമായ സഹകരണം ഉണ്ടാവുന്നില്ല എന്നൊരു പ്രശ്നമാണ്. മാത്രമല്ല, ഈ മൈഗ്രൻ്റ് ലേബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ വിവരം പറഞ്ഞതിനെ തുടർന്ന് പലരും ഈ മേഖലയിൽ നിന്ന് പോയതായിട്ടുള്ള വിവരവുമുണ്ട്. അതായത് ഇവരുടെ കൃത്യമായ വിലാസമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പലരുടെയും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് പലരും ഈ ഒരു മേഖലയിൽ നിന്ന് മാറി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതാണ് ഇവിടെ ഒരു പ്രതിസന്ധിയായിട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇതിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇവരുടെ കോണ്ടാക്റ്റിന് ഇവരുടെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു വ്യാപനം അറിയുവാൻ. പക്ഷേ അതിനൊക്കെ ഇവരുടെ സഹകരണം പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധി. മാത്രമല്ല, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകർക്കാണെങ്കിലും ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് മുൻപ് ചെയ്തിരുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് വാർത്ത പുറത്തു വന്നത് ഒരുപക്ഷെ ഈ പ്രവർത്തനങ്ങളെ ഒരു വല്ലാത്ത തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ മേഖലയിലുള്ളവർ പങ്കുവയ്ക്കുന്ന മറ്റൊരു കാര്യം. കാരണം രഹസ്യമായി നടന്നിരുന്ന ഈ പ്രവർത്തനങ്ങൾ അത് ഇത്തരത്തിൽ വാർത്ത പുറത്തു വന്നതോടെ ആ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ആളുകളുടെ പെരുമാറ്റം മാറുന്നു, അവരുടെ സമീപനം മാറുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്നാണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് പരിശോധന നടത്തുന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, വളാഞ്ചേരി നഗരസഭയും ഇതേക്കുറിച്ച് നഗരസഭ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്ത് പ്രതികരണം. ഇതേക്കുറിച്ച് ആലോചിക്കാനുള്ളൊരു യോഗവും വളാഞ്ചേരി നഗരസഭ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്നാണെങ്കിലും വളരെ അതീവ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യാപനം, അതിൻ്റെ രീതി ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ലഹരി വ്യാപനം അതിൻ്റെ തുടർ ഫലമായിട്ട് എയ്ഡ്സ് കൂടി പടരുന്നു എന്നുള്ളത് തീർച്ചയായും അത് ഏതെല്ലാം മേഖലകളിലേക്ക് എത്ര പേരിലേക്ക് ഈ ഒരു വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് ഇപ്പോൾ നേരിട്ട പ്രതിസന്ധി അസുഖം സ്ഥിരീകരിച്ച ആളുകൾ അവർ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ്. അനുമോദ്, സ്വാഭാവികമായിട്ടും ഈ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നു, ഇതൊരു വലിയ ആശങ്ക നിൽക്കുന്നു. മലപ്പുറത്ത് ലഹരി വേട്ട ശക്തമായി തുടരുമ്പോഴും ഏതെങ്കിലും പ്രത്യേക ഇടം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ന് കരുതപ്പെടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടോ ഇപ്പോൾ? അപർണ, ഇത് മലപ്പുറം ജില്ലയിലെ ഒരു മേഖലയിൽ ഇത് ഇത്തരത്തിലൊരു സ്ക്രീനിങ് നടത്തിയപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നു എന്നതുകൊണ്ട് നമുക്ക് മലപ്പുറത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാവില്ല. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെയും അതേപോലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും പ്രവർത്തകർ പറയുന്നൊരു കാര്യം, ഏത് നഗരത്തിലും ഇത്തരത്തിലൊരു സ്ക്രീനിങ് നടത്തിയാൽ ഇതുപോലെയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങളായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു കേന്ദ്രം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഈ മൈഗ്രൻ്റ് ലേബേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ നിശ്ചിത സമയം മാത്രമേ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം അവർ തിരിച്ചു പോകും. പിന്നെ പോയ മലപ്പുറത്തേക്ക് തന്നെ മടങ്ങി വരണമെന്നില്ല, മറ്റേതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും പോവുക. അപ്പോൾ മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാപനത്തിൻ്റെ ഒരു തോത് അധികം എന്നുള്ളത് ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു പ്രദേശം മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിച്ചതുകൊണ്ട് തടയാനാകില്ല. മറിച്ച് ആ വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ മറ്റ് തരത്തിലുള്ള ബന്ധങ്ങളിലേക്കും അവരുടെ
കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു വ്യാപനത്തിൻ്റെ തോത് മനസ്സിലാക്കാനാകൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശം മാത്രം കേന്ദ്രീകരിച്ച് ഇത്തരം ആളുകൾ കൂടുതൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാനാകില്ല. മറിച്ച് ഏത് നഗരത്തിലും ഒരു സ്ക്രീനിംഗ് നടത്തിയാൽ ഇതുപോലെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വരും എന്ന തരത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെയും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയൊക്കെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് ഇത്തരം വ്യാപനം ഉണ്ടാകുന്നു എന്ന് പറയുന്നതിലും ചില അപാകതകൾ. തീർച്ചയായിട്ടും അനുമോദ് ആ തരത്തിൽ അല്ല അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഒരുപക്ഷെ കേരളത്തിലെ വലിയ നഗരങ്ങളിലായിരിക്കും ഇത്തരം പരിശോധനകൾ നടത്തിയാൽ, സ്ക്രീനിംഗ് നടത്തിയാൽ കൂടുതൽ നമ്പറുകൾ വരാനുള്ള ഒരു സാധ്യത പോലും, ആ ഒരു ആശങ്ക കൂടി ഒരു ഭാഗത്ത് നടക്കുന്ന പരിശോധന നൽകേണ്ടതാണ്. ആ തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഏതായാലും മൈഗ്രന്റ് ലേബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ പലരും അന്വേഷണവുമായിട്ട് സഹകരിക്കാത്തത് ആരോഗ്യവകുപ്പിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുകൂടിയാണ് CV അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്ത നോക്കിയാൽ പാലക്കാട് അലനല്ലൂരിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് 4.5 ഗ്രാം ലഹരി മരുന്ന് പിടിച്ചെടുത്തു. അലനല്ലൂർ സ്വദേശി നൌഫലിൽ നിന്നാണ് മെത്താഫിറ്റമിൻ കണ്ടെടുത്തത്. കാൽക്കുലേറ്റർ രൂപത്തിലുള്ള ത്രാസ്, പാസ്പോർട്ട്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ് എന്നിവയും കണ്ടെടുത്തു. സംഭവത്തിൽ എക്സൈസ് കേസെടുത്തു. എറണാകുളം